രാവിലെ തന്നെ ആമിക്കുട്ടീനെ കൊണ്ട് തുള്ളി കളിച്ചുകൊണ്ട് പോണത് വേറെ കിട്ടുള്ള ഹോസ്പിറ്റലിലേക്കാണ്. എല്ലാ കൊല്ലം ജനുവരി മാസത്തിൽ ആരൊക്കെ എന്നെ തെരഞ്ഞു വരാറുണ്ടെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. ചില സാഹചര്യങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ പണ്ടത്തെ എന്തൊക്കെ ചെകഞ്ഞെടുക്കുന്നത്. അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഇന്നൊരു സത്യം മനസ്സിലായത്. കാരണം എല്ലാ കൊല്ലം ജനുവരി മാസത്തിൽ എന്നെ കാണുന്ന സ്ഥിരമായിട്ട് ഒരാൾ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരാൾ ഈ ജനുവരിയിലും എത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് പോണത്. ഇന്ന് മാത്രമല്ല, ഇന്നലെ അവിടെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഏട്ടന് പകരം ആമിയാണ് എന്റെ കൂടെ വന്നിരിക്കുന്നത് കേട്ടോ. ശനിയാഴ്ചയിലെ പിന്നെ ഏട്ടനൊന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. ഞങ്ങൾ ഇരുന്ന സ്ഥലത്ത് എന്താണെന്നറിയില്ല, എവിടുന്നോ ഭയങ്കരമായ കാറ്റ്. എവിടെ നോക്കിയിട്ടും ഫാനുകളൊന്നും കറങ്ങുന്നില്ല. പക്ഷെ ഞങ്ങളെ നോക്കുമ്പോൾ തന്നെ അറിയാനുണ്ടല്ലോ ഏത് ഭാഗത്തുനിന്ന് കാറ്റ് വരുന്നത് പോലും മനസ്സിലാവണില്ല. അത്രമാത്രം എവിടേക്കോ ബീച്ചിലൊക്കെ പോയ ഒരവസ്ഥ. എന്തായാലും അവിടെ നിന്ന് മാറി നിൽക്കല്ലാണ്ട് വേറൊരു നിവൃത്തിയില്ല എന്ന് മനസ്സിലായപ്പോൾ വേറൊരു സ്ഥലം കണ്ടുപിടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് മാറി. എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് പരിചയക്കാരുണ്ടാവുമല്ലോ. ഇനി പരിചയക്കാരില്ല എന്നുണ്ടെങ്കിൽ അടുത്തിരിക്കണവരനൊക്കെ നമ്മൾ സംസാരിച്ച് എങ്ങനെയെങ്കിലും നമ്മൾ ആൾക്കാരാക്കി മാറ്റണം. കാരണം വേറെ ഒന്നുമല്ല, രാവിലെ 10 മണിക്ക് പോയിട്ട് വൈകുന്നേരം 5 മണിക്കാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പൊ പിന്നെ പറയേണ്ട കാര്യമുണ്ട്, ചുറ്റുവട്ടത്തുള്ളവർ മാത്രമല്ല നമ്മൾ ഫുൾ അവിടെ ഒരു നല്ല വൈബാക്കി വെച്ചിട്ട് തന്നെ ഉണ്ട്. വെറുതെ ഷോക്ക് മാത്രമായിട്ട് പിടിച്ചതല്ല. ടാമിക്ക് നല്ല ബോറടിയാണ്. കാരണം അവൾ വീട്ടിലിരുന്ന് ചെലവഴിക്കേണ്ട സമയമാണല്ലോ ഇത്. അങ്ങനെ പുറത്ത് പോയിട്ട് ഞങ്ങൾ ചായക്ക് കുടിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ആൾക്ക് ഞാനൊരു ബാലരമ മേടിച്ചു കൊടുത്തു. വേറെ എന്തൊന്നുമല്ല, ഫോൺ ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അതിന്റെ ശല്യം കുറയ്ക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ബാലരമ വാങ്ങിക്കൊടുത്തു. നമ്മളൊക്കെ ഭയങ്കരമായിട്ടുള്ള നൊസ്റ്റാൾജിക് സംഭവമാണല്ലോ അത്. എന്നാലും എന്താണ്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മളെ മായാവിനെ ശിക്കാരി ശംഭുവിനെ കാണുമ്പോൾ നമ്മളോട് ഭയങ്കര പുച്ഛാണ്. അതൊക്കെ എന്തോ ആട്ടെ, ആദ്യത്തെ കൗതുകത്തിൽ ആളെന്തായാലും കുറച്ചു നേരം അവിടെ കാത്തിരുന്നു. ഇനി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നാളെ കുളങ്ങര പൂരാണ്. അപ്പൊ അതിന്റെ ഒരുക്കങ്ങളാണ് ഇവിടെ കംപ്ലീറ്റ് കേട്ടോ. ആമിക്കുട്ടി കുറച്ച് വലുതായി, അവൾക്ക് തന്നെ ഒരു തോന്നൽ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കാരണം കളിപ്പാട്ടങ്ങളും ബാക്കി സംഭവങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അമ്പലത്തിന്റെ എൻട്രൻസിന്റെ അവിടെ ലൈറ്റിന്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ രാത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഒക്കെ കാണാൻ പറ്റുള്ളൂ. കളിപ്പാട്ടങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു ചാഞ്ചാട്ടം തോന്നായികയെന്നില്ല. പക്ഷെ കാശ് മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചത് പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻട്രൻസിന്റെ അവിടെ ലൈറ്റിന്റെ ഗോപുരം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ന്യൂ ഇയറിന് വരുന്ന അതിഥിക്ക് വേണ്ടിയിട്ട് നമ്മളാണ് ചെലവാക്കി. ഇനിയിപ്പോ അങ്ങനെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.